കഴിഞ്ഞ ദിവസം BJP പശ്ചിമബംഗാൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായിരുന്നു. പോലീസ് മാർച്ചിന് മുൻപ് 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥികളെ വിട്ടുകിട്ടണമെന്നും പോലീസിന്റെ കിരാതമായ ലാത്തിച്ചാർജിലും പ്രതിഷേധിച്ചുകൊണ്ട് BJP ഇന്ന് പശ്ചിമ ബംഗാളിൽ 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം നൽകിയിരുന്നു. ആ ബന്ദ് ആരംഭിച്ചിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ബന്ദ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പശ്ചിമ ബംഗാൾ നീങ്ങുന്നു. സൗത്ത് 24 ഫർഗാനയിലും ഉത്തർ ദിനാജ്പൂരിലുമാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ സംഘർഷം നടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് BJP ഉയർത്തുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം ഈ വിദ്യാർത്ഥികളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയിരുന്നു. അതിനുശേഷം പശ്ചിമ ബംഗാൾ സർക്കാർ അറിയിച്ചത് ഈ വിദ്യാർത്ഥികൾ കസ്റ്റഡിയിലെടുത്തു. മാർച്ചുമായി ബന്ധപ്പെട്ട്, അതായത് മാർച്ചിന് മുൻപ് തന്നെയാണ്, അതായത് ഈ റാലി കഴിഞ്ഞ ദിവസം ഈ നിയമസഭാ മന്ദിരത്തിലേക്ക് നടത്തുന്ന മാർച്ചിന് മുൻപ് തന്നെയാണ് ഈ 4 ABVP വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ വിദ്യാർത്ഥികളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇന്ന് ബന്ദ് ആഹ്വാനം നൽകി. ഈ ബന്ദിന് വിവിധ സംഘടനകളും പിന്തുണ നൽകിയിട്ടുണ്ട്. ഏതായാലും വ്യാപകമായ സംഘർഷം, നമുക്കറിയാം രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊണ്ട് എപ്പോഴും മുഖരിതമാണ്, ഇല്ലെങ്കിൽ സംഘർഷം നിറഞ്ഞ അന്തരീക്ഷമാണ് പശ്ചിമ ബംഗാളിൻ്റെതെങ്കിൽ അതിനാക്കം കൂട്ടിക്കൊണ്ടാണ് ഇന്നത്തെ പശ്ചിമ ബംഗാൾ ബന്ദ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.